മുക്കം നഗരസഭയുടെ അനാസ്ഥയ്ക്കും അഴിമതിക്കുമെതിരെ മുക്കം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. സമരം DCC ജനറൽ സെക്രട്ടറി MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭയുടെ അനാസ്ഥയ്ക്കും അഴിമതിക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത്. പദ്ധതികൾ കൃത്യമായി ചിലവഴിക്കാതെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 6.2 കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്നും 2024-2025 കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണമുണ്ടെന്നും സമരക്കാർ പറഞ്ഞു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പദ്ധതി നടപ്പാക്കിയതിനാൽ 3.08 കോടി രൂപ ഓഡിറ്റർമാർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു. സമരം DCC ജനറൽ സെക്രട്ടറി MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുക്കം മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് അവർ ടീമായിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് സംഗമിക്കുകയാണ്. VD സതീശൻ ഗവൺമെന്റ് SC/ST വനിതകളുടെ ഫണ്ടുകൾ ഒന്നുപോലെ കുറയരുത് എന്ന് കണ്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ബാക്കി ധനകാര്യ കമ്മീഷനൊക്കെ കിട്ടാത്ത ഫണ്ട് അതാത് സംസ്ഥാനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് കുറവ് വന്നിട്ടുണ്ട്. ഇത് ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേടല്ല. കഴിഞ്ഞ ഗവൺമെന്റ് നിശ്ചിത സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരും എന്ന് കണ്ടുകൊണ്ട് പദ്ധതി വിഹിതം 100% ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കാത്തത് കൊണ്ട് വന്ന ഒരു പരാജയമാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് നിരവധിയായ ആരോപണങ്ങൾ, നിരവധിയായിട്ടുള്ള കെടുകാര്യസ്ഥതകൾ, അഴിമതികൾ നിറഞ്ഞ മുക്കത്തെ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ ജനങ്ങൾക്കിടയിൽ സംസാരം ഉയർന്നു വന്നപ്പോൾ അതിനെ മറച്ചുവെക്കാൻ ഇവിടെ നിന്ന് എല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലെറിൻ റാഹത്ത് അധ്യക്ഷനായി. മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിഷാബ് മുല്ലോളി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാദ് വീച്ചി, ഉനൈസ്, ഹാഷിർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ MK മുഹമ്മദ്, ആലി ചേന്നമംഗല്ലൂർ, നഗരസഭാ കൗൺസിലർമാരായ ഷെരീഫ് പെണ്ണക്കോട്, സുഹറ വഹാബ്, ഗിരിജ, ജിജി ജയരാജ്, റഹ്മത്ത്, ഷബാന, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റുബീന, OK ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.